കിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവയായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രിയ മകൾക്ക് ആഭരണവും വസ്ത്രവും നൽകി കർത്താവേ, അവരുടെ സ്നേഹം പങ്കുവച്ചിരിക്കുമ്പോൾ ഈ നാളുകളിലേറെ സന്തോഷത്തോടുകൂടി പരസ്പരം കരുതലോടെ, വിശ്വസ്തയോടെ, വിനയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പ്രിയമക്കളെ സഹായിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃപയും സ്നേഹവും അധികമായി നൽകി അനുഗ്രഹിക്കുകയും ദൈവകൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ജോവിതയുടെ മാതാപിതാക്കൾ ജോവിതയുടെ പപ്പയും അമ്മയുമാണ്. ഒരു സഹോദരനുണ്ട്. സഹോദരങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഇനി ഒരാളെ കൂടെ ഇല്ലേ? രണ്ട് സഹോദരി നിന്റെ മോളെ വിളി. അറിയാ നേരത്തെ നമ്മളെ മോളാണ്. കേട്ടോ, ഇങ്ങോട്ട് വാ. മേഡം ഇങ്ങോട്ട് വാ. മെർലിനാണോ? സഹോദരരെ മോള് മരുമോള്, മോയും വന്നില്ല, മരുമോനും വന്നില്ല. റോബിൻ ഇവിടെ ഉണ്ട്. റോബിന്റെ അമ്മ ഇവിടെ ഉണ്ട്. റോബിന്റെ സഹോദരിയുടെ ഭർത്താവാണിത്. ഒന്ന് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് എൻ്റെ അമ്മയാണ്. ഇത് റോബിൻ്റെ വലിയച്ഛൻ്റെ മകനാണ്, സുരേഷ് എന്നാണ് പേര്. ഇത് റോബിൻ്റെ മാമനാണ്. ഇത് റോബിൻ്റെ അങ്കിളാണ്, അമ്മയുടെ സഹോദരനാണ്, ബിനു എന്നാണ് പേര്. ഇത് എൻ്റെ ഫാമിലിയാണ്. ഇത് എൻ്റെ ഭാര്യ നീതു, ഇത് എൻ്റെ മകൻ ആഷി. ഇത് നീതുവിൻ്റെ മറ്റൊരു വലിയച്ഛനാണ്. ഭാര്യ ഇത് വല്യമ്മയാണ്. അവിടെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചുകൊണ്ട് അയ്യോ അപ്പച്ചി
ആ കുഴപ്പമില്ല, അവർക്ക് എല്ലാവരെയും അറിയാം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി. റോബിന്റെ അപ്പൂപ്പനാണ്, അമ്മയുടെ അച്ഛനാണ്, അറ്റത്തിരിക്കുന്നതാണ്. ഞങ്ങൾ വന്നോടനെ പരിചയപ്പെട്ടു. ഇത് മുളപ്പിശാലത്താണ് എൻ്റെ ഒരു മാമനും ആൻറ്റിയൊക്കെ ഉണ്ട്. ഇതായിരിക്കും മുളപ്പിശാലാണ്. ജോസ് എവിടെ? ജോസ് മിനി ഇത് വൈഫിൻ്റെ സഹോദരനാണ്, ഭാര്യ മോൻ. ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം വിട്ടു പറയാൻ. അനിയന്റെ മക്കള്, ഭാര്യ, അനിയന്റെ ഭാര്യ, 2 മക്കള്. സന്തോഷം. അനിയന്റെ മോൻ, അനിയന്റെ ഭാര്യ. എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്നെ ആരും പരിചയപ്പെടുത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെടുത്താതെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസം വിചാരിക്കേണ്ട. അടുത്തിരിക്കുന്ന ആളിനോട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാം. അതിനുള്ള അവസരമുണ്ട്. ഇനി കുറേ സമയം നമുക്ക് ഇവിടെ തന്നെ നമ്മളുണ്ടാകും. ഞാനിവിടെ അടുത്തുള്ള പള്ളിയിലെ അച്ഛനാണ്. ഇവർ ആ പള്ളിയിലാണ് വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും